ആദിയിൽ നേരിട്ടും പിന്നീട് പ്രവാചകന്മാർ വഴിയും ദൈവം സംസാരിച്ചു. തന്റെ പദ്ധതിയുടെ പൂർത്തീകരണം സഫലമാക്കാൻ പലരെയും തിരഞ്ഞെടുക്കുകയും തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നിയോഗിക്കുന്നതായും കാണുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന തിരുവചനത്തിന്റെ അർത്ഥം പൂർത്തീകരിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്ത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരോരുമില്ലാത്തവരായ പാവങ്ങളുടെ അഭയകേന്ദ്രമായ സ്നേഹമന്ദിരത്തെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഫാദർ സൈമൺ വെള്ളിപ്പള്ളി, തെള്ളിത്തോട് പൂതാളി പള്ളികളുടെ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. നല്ല സമറിയാക്കാരന്റെയും മദർ തെരേസയുടെയും ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ടവരെയും രോഗികളെയും മാനസിക രോഗികളെയും തന്റെ മാറോട് ചേർത്ത് നിർത്തി നൽകുന്ന സ്നേഹപരിലാളനങ്ങൾ വഴിയാണ് ഈ സ്നേഹമന്ദിരം ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നത്. 1962 വടക്കാറ്റുപുറത്ത് വീട്ടിൽ സൈമൺ ചുമ്മാറിന്റെയും മറിയത്തിന്റെയും 9 മക്കളിൽ 7ാമനായി ജനിച്ച രാജുവിന്റെ 24ാം വയസ്സിലാണ് സഹധർമ്മിണി ഷൈനി ജീവിതത്തിലേക്ക് കടന്നുവന്നത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച രാജുവിന് ഉപജീവനത്തിനായി നൽകിയ പലചരക്ക് കടയോട് ചേർന്നുള്ള മുറിയിലായിരുന്നു താമസം. ധ്യാനം കൂടി ദൈവമഹത്വം ദർശിച്ച രാജുവിന് ഏതു വിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന ആഗ്രഹം ഏറെ ഉണ്ടായെങ്കിലും ദൈവഹിതം മറ്റൊന്നായിരുന്നു. വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാകാം മാതാപിതാക്കളോട് ചേർന്നുള്ള ക്രൈസ്തവ ജീവിതത്തിന് ഏറെ ഊന്നൽ നൽകിയിരുന്നത്. പിതാവായ ദൈവത്തിനു മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്വമനസ്സുകളുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടു മാത്രമാണ് സ്നേഹമന്ദിരത്തിന്റെ അനുദിന ആവശ്യങ്ങൾ തടസ്സം കൂടാതെ നടന്നുപോകുന്നത്. തുടക്കത്തിൽ 7 കിലോ അരിയും 3 പേരുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 250 കിലോ അരിയും 25,000 രൂപയിൽ കുറയാതെ മരുന്നിനും മറ്റാവശ്യങ്ങൾക്കുമായി ചിലവ് വരുന്നു. ഞാൻ ഫാദർ സാബു മാലിത്തുരുത്തേൽ, പടമുഖം ഫൊറോന പള്ളി വികാരിയായി സേവനം ചെയ്യുന്നു. അതോടൊപ്പം കാരുണ്യത്തിന്റെ ഭവനമായ സ്നേഹമന്ദിരത്തിന്റെ സ്പിരിച്വൽ ഡയറക്ടറായും ഞാൻ സേവനം ചെയ്യുന്നു. എന്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഞാൻ 20 വർഷം പൂർത്തിയാവുകയാണ്. ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യം, നമ്മുടെ സ്നേഹവും നമ്മുടെ പരിചരണവും ആവശ്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഒരു ചിന്ത ഒരു പുരോഹിതൻ എന്ന നിലയിൽ കുറെ കൂടെ ശുശ്രൂഷയുടെ മനോഭാവം സ്വീകരിക്കുവാൻ എന്നെ കൂടുതൽ പ്രചോദനം നൽകുന്നു എന്നത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള ഇടപെടലുകളിലൂടെ ലഭിക്കുന്ന വലിയൊരു നന്മയായി ഞാനതിനെ കാണുന്നു. സ്നേഹമന്ദിരത്തിന്റെ ആത്മീയ പിതാവ് എന്ന നിലയിൽ വലിയ ഒരു റോള് എനിക്ക് ഇവിടെ നിർവഹിക്കുവാനുണ്ട്. പ്രത്യേകിച്ച് അഗതികളായി അശരണരായി ഈ ഭവനത്തിലുള്ളവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹവും അവന്റെ സ്വാന്തനവും അനുഭവിക്കുവാൻ ആത്മീയമായ ശിക്ഷണത്തിലൂടെ അത് നൽകുവാൻ സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പൗരോഹിത്യ ദൗത്യമാണ്. വിശുദ്ധ ബലിയിലും അതോടൊപ്പം കൂദാശ അനുഷ്ഠാനങ്ങളിലൂടെയും ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ വളരുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ കടന്നുവരുവാൻ ഇവരെ സഹായിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. മനോവൈകല്യമുള്ള, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഈ മക്കളുടെ പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞവരും അനുഭവിച്ചവരും ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. രാജു 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലം, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് രാജുവിന്റെ പിതാവിന് 10 പൈസ പോലും കൊടുത്തുവിടാൻ നിവൃത്തിയില്ലായിരുന്നതിനാൽ 11 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. എന്നാൽ ആ ബാലൻ വളർന്നു യുവാവായി തീർന്നപ്പോൾ
ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉടമയായി തീർന്നു. എനിക്ക് ഇന്ന് സമൂഹത്തോടൊന്നാണ് പറയാനുള്ളത്. നമ്മൾ ഇന്ന് നന്മ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അത് തനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന ബോധ്യം അവനുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും വരും. പക്ഷേ ഞാൻ സ്വർഗത്തിലെത്തണമെങ്കിൽ ഏറെ കടമ്പകൾ കടക്കാനുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന മനോഭാവത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്താലേ എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുക്കൽ എത്താൻ പറ്റൂ. കരുണ കാണിക്കുന്ന വ്യക്തികൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ള തെളിവാണല്ലോ ഇന്ന് മദർ തെരേസയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം. അതിൽ പങ്കാളിയാകുവാൻ സർവശക്തനായ ദൈവം എന്നെ വിളിച്ചതിന് ദൈവത്തിന് 1000 നന്ദി. അനേകം സുമനസ്സുകളുടെ കൂട്ടായ പ്രവൃത്തികളിലൂടെ 2500-ലധികം ജീവിതങ്ങൾക്ക് സ്നേഹമന്ദിരം ഇന്ന് തണലായി മാറി. കൂടാതെ ഇന്നിവിടെ താമസിച്ചു വരുന്ന 300-ലധികം മാനസിക രോഗികൾ, വൃദ്ധർ, വികലാംഗർ എന്നിവർക്ക് വേണ്ടി സ്ത്രീ പുരുഷ സെക്ഷൻ തിരിച്ചുള്ള കെട്ടിടങ്ങളും പെൺകുട്ടികൾക്കായുള്ള സ്നേഹമാതാ ബാലമന്ദിരവും ആൺകുട്ടികൾക്കു വേണ്ടി സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ലൂർദ് മാതാ ബ്ലോക്കിന്റെ പണി ആരംഭിക്കുകയും ചെയ്തു. ഒഴിവു സമയങ്ങളെ വിനോദകരമാക്കാൻ മെഴുകുതിരി നിർമ്മാണവും അനേകം പേർക്ക് ആശ്വാസമാകുന്ന സ്നേഹതാഴ്വര ആധ്യാത്മിക മാസികയും മാസം തോറും പ്രസിദ്ധീകരിക്കപ്പെടുന്നു. മാസികയുടെ പ്രവർത്തനത്തിൽ സ്നേഹമന്ദിരം മക്കളുടെ സജീവ പങ്കാളിത്തമുണ്ട്. പടമുഖം സ്നേഹമന്ദിരം ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തുമുള്ള ജാതിമത ഭേദവർണ്ണങ്ങൾക്കതീതമായി പ്രവർത്തിക്കുന്ന ഒന്നായി മാറിയപ്പോൾ രാജുവിനെ തേടി ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകൾക്കപ്പുറത്ത് ആത്മീയ പാലകരായ സഭാ നേതാക്കന്മാരായ കർദിനാൾമാർ, മെത്രാപ്പോലീത്ത, മെത്രാൻമാർ, വൈദികരും കേരള മുഖ്യമന്ത്രി മുതൽ നിരവധി മന്ത്രിമാർ, MLA, ജില്ലാ അധികൃതർ എന്നിങ്ങനെയുള്ള അനേകം പേരുടെ മനസ്സുകളിൽ സ്നേഹമന്ദിരം സ്ഥാനം പിടിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ 1-2 കുട്ടികളെ പരിപാലിക്കാൻ മാതാപിതാക്കൾ വെമ്പൽ കൊള്ളുമ്പോൾ കരുണാമയനായ ദൈവം അനേകം പേരുടെ കരങ്ങളിലൂടെ കുറവുകളില്ലാതെ ഈ ഭവനത്തെ രാജു എന്ന സാധാരണക്കാരനിലൂടെ പരിപാലിക്കുന്നു. ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുന്നു.